ദൈവ തിരുനാമത്തിന് ബോധമുണ്ടാകട്ടെ. നല്ല വചനം പേജിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്തു തത്വശാസ്ത്ര പഠന പരമ്പരയുടെ വേറൊരു എപ്പിസോഡിലേക്ക് നമുക്ക് ഇന്ന് കടന്നു വരുവാൻ ദൈവസേനയിൽ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവത്വം എന്നുള്ള വിഷയമാണ് വിശുദ്ധ തിരുവെഴുത്തുകളെ ആധാരമാക്കി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തുവിന്റെ ദൈവത്വത്തെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ അതിപ്രധാനമായി നമ്മളിവിടെ പഠിക്കുന്ന ഒരു വിഷയമാണ് യേശു ക്രിസ്തു സർവശക്തനാകുന്നു എന്നുള്ളത്. സർവശക്തി, സർവജ്ഞാനം, സർവവ്യാപകത്വം, സ്വയംഭൂവത്വം, സൃഷ്ടികർമ്മം, ഈ വക എല്ലാ കാര്യങ്ങളും ദൈവത്തിന് മാത്രം പറഞ്ഞിട്ടുള്ള ഗുണവിശേഷങ്ങളാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവും ദൈവത്തെ പോലെ തന്നെ സർവശക്തനാണെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. അതിലേക്ക് തെളിയിക്കാൻ കഴിയുന്ന ധാരാളം വചന ഭാഗങ്ങൾ വിശുദ്ധ ബൈബിളുണ്ട്. പുനരുദ്ധാനം ചെയ്ത യേശു ക്രിസ്തു മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ തന്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന അന്ത്യകൽപ്പനയുള്ള ബന്ധത്തിൽ ഇപ്രകാരം പ്രസ്താവിക്കുകയുണ്ടായി: സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഓൾ പവർ ഈസ് ഗിവൺ അണ്ടു മീ ബോത്ത് ഇൻ ഹെവൻ ആൻഡ് ഓൺ ദി എർത്ത്. അപ്പോൾ സ്വർഗത്തിലെ ദൈവം സർവാധികാരവും കർത്താവായ യേശു ക്രിസ്തുവിന് കൊടുത്തിരിക്കുന്നു. അവിടുന്ന് സർവശക്തി ഉള്ള ദൈവമാണ്. എബ്രായലേഖനം അതിന്റെ 1-ാം അധ്യായത്തിൽ പഠിക്കുമ്പോൾ അതിന്റെ ആദ്യ ഭാഗത്തിൽ പറയാണ്: സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ കാക്കുന്നവനുമായ കർത്താവായ യേശു. അപ്പൊ സർവത്തെയും ശക്തിയുള്ള വചനത്താൽ കാക്കുന്നവൻ എന്ന നിലയിൽ ക്രിസ്തു സർവശക്തിയുള്ള ദൈവമാണ്. അപ്പൊ സർവശക്തിയുള്ള സർവശക്തനായ ദൈവമാണ് നമ്മുടെ കർത്താവായ യേശു എന്ന് നമ്മൾ വായിക്കുന്നു. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ ഒരു സംഭവം നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ശേഷം തന്റെ ശിഷ്യന്മാരോട് പടവ് കയറി ഗന്നേസരത്ത് തടാകത്തിന്റെ അപ്പുറത്തേക്ക് പോകാനായിട്ട് ആവശ്യപ്പെട്ടു. അങ്ങനെ അവർ യാത്ര ചെയ്യുമ്പോൾ ഈ കാറ്റ് രാത്രി യാമമായി ഏതാണ്ട് പടക് കരയിൽ നിന്ന് വളരെ ദൂരമായിരുന്നു. അങ്ങേ കരയില് അടുക്കാറായിട്ടുമില്ല. ഏതാണ്ട് ഈ കടലിന്റെ മധ്യഭാഗത്തായിട്ട് ആയിരിക്കുകയാണ്. അങ്ങനെ ആയിരുന്ന സമയത്ത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരെ ഈ പടക് കയറി അക്കരയ്ക്ക് പോകാനായിട്ട് നിർബന്ധിച്ചതായിട്ട് വായിക്കുന്നുണ്ട്. ആ പടക് കാറ്റ് മുഖാന്തരം വളരെ അധികം പ്രതികൂലമായ നിലയിൽ ആടി ഉലയുവാൻ തുടങ്ങി. അങ്ങനെ ആടി ഉലഞ്ഞ് ആ പടക് മുങ്ങിപ്പോകുമോ എന്നുള്ള ഭാരം ഈ ശിഷ്യന്മാർക്ക് ഉണ്ടായി. അവര് ഓരോരുത്തരായി തണ്ടുവലിച്ച് കാറ്റിനെതിരെ ഈ കപ്പലിനെ നിർത്താനായിട്ട് പരിശ്രമിച്ചു. പക്ഷേ അത് സാധിച്ചില്ല എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ആ പടകിൽ ചെയ്ത ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അവിടെ വായിക്കുന്നത്: കാറ്റേ അടങ്ങൂ, കടലെ ശാന്തമാകൂ എന്ന് കർത്താവ് കൽപ്പിച്ചു. കാറ്റേ അടങ്ങൂ, കടലെ ശാന്തമാകൂ എന്ന് കർത്താവ് കൽപ്പിക്കുമ്പോൾ കർത്താവിന്റെ കൽപ്പനയുടെ മുമ്പാകെ കാറ്റ് അടങ്ങി, കടല് ശാന്തമായി. അങ്ങനെ ശാന്തമായിട്ട് നമ്മൾ വായിക്കുന്നത് ശാന്തതയോടുകൂടിയ ഒരു പര്യവസാനം അവരുടെ യാത്രയ്ക്ക് ഉണ്ടായി. ഇത് ഒരു സംഭവം. ഇതുപോലെ വേറെ എത്രയോ സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മരിച്ചവരെ ഉയർപ്പിക്കുക, 12 സംവത്സരക്കാരൻ രക്തസ്രവക്കാരിയായിരുന്ന സ്ത്രീയെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടപ്പോൾ ഉടൻ തന്നെ അവളിൽ നിന്ന് ശക്തി പുറപ്പെടുക, അവൾ സമ്പൂർണമായി സൗഖ്യം ആവുക. അതുപോലെ വരണ്ട കൈയുള്ള മനുഷ്യനോട് നിന്റെ കൈ ഇങ്ങോട്ട് നീട്ടുക എന്ന് പറഞ്ഞപ്പോൾ കൈ നീട്ടപ്പെടുക. അങ്ങനെ നിരവധി അനവധി പ്രവൃത്തികൾ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്തിട്ടുണ്ട്. പ്രപഞ്ചത്തിന്റെ മേലും പ്രകൃതിയുടെ മേലും അധികാരമുള്ള കർത്താവ്. അപ്പൊ അവിടെ ശിഷ്യന്മാർ ആശ്ചര്യപ്പെട്ട് പറയുന്നൊരു വാക്കുണ്ട്: കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്ന ഇവൻ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റും കടലും വരെ, പ്രകൃതി നിയമങ്ങൾ വരെ തന്റെ വിരൽത്തുമ്പുകളില് അല്ലെങ്കിൽ നാവിന്റെ തുമ്പില് ഒതുക്കി നിർത്താൻ കഴിയുന്ന കഴിവുള്ളവനാണ് കർത്താവായ യേശു. അങ്ങനെയുള്ള ഒരാളിനെ സർവശക്തിയുള്ള കർത്താവ് എന്നല്ലാതെ വേറെ ഒരു വാക്കുകൊണ്ടും പറയാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ യേശു ക്രിസ്തു സർവശക്തനായ ദൈവപുത്രനാണ്. അവൻ ദൈവത്തിന്റെ പുത്രനായിരിക്കുമ്പോൾ തന്നെ സർവശക്തനാകുന്നു. സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കാൻ കഴിയുന്ന സർവശക്തനാണ് കർത്താവായ യേശു എന്ന് വിശുദ്ധ വേദപുസ്തകം വ്യക്തമായി പറയുന്നു. അപ്പൊ സർവശക്തിയുള്ള കർത്താവ് എന്നാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് തിരുവെടുത്ത് പറഞ്ഞിട്ടുള്ളത്.
സർവശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും, സ്വർഗത്തിലും ഭൂമിയിലും അധോലോകത്തിലുമുള്ള സകല കാര്യങ്ങളെയും, പ്രകൃതിയെയും പ്രകൃതിയുടെ നിയമങ്ങളെയും സൂര്യ ചന്ദ്രാദി നക്ഷത്രങ്ങളെയും സകലത്തെയും നിയന്ത്രിക്കാൻ കഴിയുന്ന, സർവോപരി മരണത്തിന്റെ മേലും സർവശക്തിയുള്ള നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൈവം തന്നെ എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു.